സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് പിന്നിലെ സെൻട്രൽ ഗ്രൗണ്ടിലാണ്. ഇവിടെ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. നാളെ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ നിയുക്ത മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പൂർണ്ണ ഒരു മന്ത്രിസഭയാണ് നാളെ അധികാരമേൽക്കാൻ പോകുന്നത്. വി ഡി സതീശനൊപ്പം 20 മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാവുന്നതുപോലെ നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഓഫീസർമാരെല്ലാം അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഇവിടെ എത്രമാത്രം ആളുകൾ, ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷ. കാരണം 10 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ UDFന് ഭരണം ലഭിച്ചിരിക്കുന്നത്. തുടർച്ചയായ 10 വർഷത്തെ അധികാരം CPM കൈവരിച്ചതിന് ശേഷമാണ് UDF ഇപ്പോൾ ഭരണത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന 102 MLA-മാരുടെ വലിയ ഒരു പിന്തുണയോടുകൂടിയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ ഒരു ആഘോഷമാക്കി മാറ്റാൻ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും സന്നദ്ധരായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു. ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമൊക്കെ നിലനിന്നിരുന്നു. 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വി ഡി സതീശനും അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ അതോടൊപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ 3 പേർ ശക്തമായ വാദഗതികളുമായി രംഗത്ത് വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ നിശ്ചയിക്കുന്നത്. വി ഡി സതീശനെ കഴിഞ്ഞ ദിവസം KPCC ആസ്ഥാനത്ത് നടന്ന പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നിയുക്ത MLA-മാരുടെ യോഗത്തിൽ പാർലമെൻ്ററി പാർട്ടിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരുന്നു. തുടർന്നാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദവുമായി വി ഡി സതീശൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ലോക്ഭവനിൽ പോയി കാണുകയും തുടർന്നാണ് നാളെ രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇപ്പോൾ തന്നെ പ്രവർത്തകർ നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങളും ഫ്ലെക്സ് വയ്ക്കലും ഒക്കെ നടന്നിരുന്നു. വലിയ വി ഡി സതീശന് വേണ്ടി ശക്തമായ വാദഗതികളുമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി രംഗത്ത് വന്നത്. ഇപ്പോൾ DGP അടക്കമുള്ള ഉന്നത ഓഫീസർമാർ ഇപ്പോൾ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. IG ഉണ്ട്, DGP ഉണ്ട്, അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുണ്ട്. അങ്ങനെ വലിയ ഒരു ഉന്നത പോലീസ് ടീം തന്നെ ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരുക്കങ്ങളും വിലയിരുത്തുന്നു. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ഈ ഒരു വേദി ഒക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദീപാദാസ് മുൻഷി, നമുക്കിവിടെ കാണാം ദൃശ്യങ്ങൾ. ദീപാദാസ് മുൻഷി ആകട്ടെ ഇവിടെ ഈ മുന്നൊരുക്കങ്ങൾ പതിയെ ഒരു അവധാനതയുണ്ട് എന്നൊരു ആക്ഷേപം ദീപാദാസ് മുൻഷി ഇവിടുത്തെ കേരളത്തിൻ്റെ KPCC ഭാരവാഹികളെ രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ വലിയ ഒരു ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ DGP H വെങ്കടേഷ് ഉണ്ട്. അങ്ങനെ വലിയ ഒരു ആവേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഈ കോൺഗ്രസ് പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ഒട്ടേറെ UDFൻ്റെ പ്രവർത്തകരും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. ഇതൊരു വലിയൊരു ആഘോഷമാക്കി മാറ്റുക, ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനെ വലിയ ആഘോഷമാക്കി മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. വി ഡി സതീശന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ ആവേശപൂർവ്വമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ഒരു ഭരണമാറ്റത്തിൻ്റെ ഒരു അലയൊലി ഈ സെക്രട്ടേറിയറ്റിൻ്റെ പിന്നിൽ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയും. കാരണം അത്രമാത്രം ഒരു ആവേശമാണ് ഇവിടെ ഓരോ എത്തിച്ചേരുന്ന പ്രവർത്തകർക്കുമുള്ളത്. ഈ സത്യപ്രതിജ്ഞാ വേദി കാണുന്നതിനായി ഒട്ടേറെ പ്രവർത്തകർ ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേരുന്നു. അങ്ങനെ ഓരോരുത്തരും ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനെ വലിയ ആവേശത്തോടു കൂടിയാണ് കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഒന്നാകെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ കാണുന്നതിന് നിയുക്ത മന്ത്രി PC വിഷ്ണുനാഥ് വരുന്നുണ്ട്. അങ്ങനെ വലിയ ഒരു ആവേശം നമുക്കിവിടെ കാണാൻ കഴിയും. വലിയ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുന്നത്. കാരണം നാളെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP, കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു അടക്കമുള്ള ഉന്നത മുഖ്യമന്ത്രിമാർ, അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, PCC അധ്യക്ഷന്മാർ, അങ്ങനെ വലിയൊരു നിര തന്നെ ഇവിടെ എത്തിച്ചേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ
അവരെയെല്ലാം സ്വീകരിക്കുന്നതിനും കാണുന്നതിനും ഒക്കെയായി വലിയ ഒരു ആവേശപൂർവ്വമാണ് ഇവിടെ പ്രവർത്തകർ നമുക്കിവിടെ കാണാൻ കഴിയുക. ഇപ്പോൾ ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ് ഒക്കെ ഇവിടുത്തെ ഒരു ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ ഒരു ദീപാദാസ് മുൻഷി ഇപ്പോൾ ഷാഫി പറമ്പിലിനോട് ഇവിടുത്തെ ഈ ഒരു ക്രമീകരണങ്ങൾക്ക് വേഗത പോരാ എന്ന ഒരു ആക്ഷേപവും പരാതിയും ഉന്നയിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഈ ഇവിടെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ അത്തരത്തിലുള്ള വലിയ ഒരു ക്രമീകരണങ്ങൾ ഇതുവരെ ആയിട്ടില്ല. ഇനി മണിക്കൂറുകൾ മാത്രമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ളത്. പക്ഷെ അതനുസരിച്ചുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ഒരുക്കങ്ങൾ ഇവിടെ ഉണ്ടായില്ല എന്ന ഒരു ആക്ഷേപം കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. എന്തായാലും വലിയ കാരണം ഇവിടെ പ്രവർത്തകർ നാളെ രാവിലെ 7 മണി മുതൽ UDF പ്രവർത്തകരെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. VIP-കൾക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കവാടം ഉണ്ട്. MLA-മാർക്കും നിയുക്ത MLA-മാർക്കും MP-മാർക്കും അതോടൊപ്പം തന്നെ ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കും വരുന്നതിന് ഒരു ക്രമീകരണങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കുന്നതിനായി വേറെ പ്രത്യേകം 2ഓളം ഗേറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ ഒരു ആവേശം നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇപ്പോൾ തന്നെ വലിയ ഒരു ആരവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വലിയ ആവേശമാണ് നമുക്ക് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കാണാൻ കഴിയുക. എവിടെ നോക്കിയാലും ശുഭ്രവസ്ത്രധാരികളായ കതർധാരികളായ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരുമാണ് എവിടെയും ഉള്ളത്. നാളെ ആ ഒരു നിമിഷത്തിനായി, ആ ഒരു ചരിത്ര നിമിഷത്തിനായി 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിൽ വന്നതിൻ്റെ ആ ഒരു ചരിത്ര നിമിഷത്തിനായി ഈ തിരുവനന്തപുരം നഗരം കാത്തിരിക്കുന്നു. കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ തൊട്ടു പിന്നിലാണ്. അപ്പോൾ നാളെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാർ നാളെ തന്നെ അധികാരമേൽക്കും. നാളെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗമുണ്ടാകും. അങ്ങനെ നാളെ വലിയൊരു പ്രഖ്യാപനങ്ങൾക്കും വലിയ ആഘോഷങ്ങൾക്കുമാണ് ഇപ്പോൾ കേരളം കാത്തു നിൽക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വലിയൊരു ആവേശമാണ് ഇവിടെ അലയടിക്കുന്നത്. ക്യാമറാമാൻ അഖിലിനൊപ്പം സണ്ണി പീറ്റർ, ഷെക്കീന ന്യൂസ്.